പ്രണയിനി ലാസ്റ്റ് പാർട്ട്. അല്ല, നിങ്ങൾ രണ്ടും കൂടി ഇതെന്തോന്ന് നോക്കി നിൽക്കുക? കിടക്കാൻ പോകുന്നില്ലേ? സെറ്റ് സാരി ഉടുത്ത് അണിഞ്ഞൊരുങ്ങി മുറിയിൽ നഖവും കടിച്ചുകൊണ്ടിരിക്കുന്ന ആരുനെയും കീർത്തുവിനെയും നോക്കി ശോഭ ചിരിയടക്കിക്കൊണ്ട് ചോദിച്ചു. അവർ നേരെ എഡ്ഡിയുടെ വീട്ടിലേക്കായിരുന്നു വന്നത്. കുറച്ചു കാലം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിൽക്കാമെന്നായിരുന്നു എഡ്ഡിയുടെ തീരുമാനം. അമ്മ, നമ്മളിന്ന് അമ്മയുടെ കൂടെ കിടന്നോട്ടെ. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പേടിയാവില്ലേ, അല്ലേ ആരു? വളരെയധികം വിനയം വാരി വിതറിക്കൊണ്ട് ശോഭയെ ചുറ്റിപ്പിടിച്ച് പറഞ്ഞുകൊണ്ട് കീർത്തു ആരുവിനെ നോക്കി. ആ അതെ, ആരുവും അവളെ പിന്താങ്ങി. അയ്യോ, എൻ്റെ മക്കൾക്ക് അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? രണ്ടിനെയും കൂടെ കിടത്തിയിട്ട് വേണം എഡ്ഡിമോനും അപ്പവും കൂടി ഡോറും തല്ലിപ്പൊളിച്ച് വരാൻ. പോയി ഉറങ്ങാൻ നോക്ക് പിള്ളേരെ. ശോഭ അതും പറഞ്ഞുകൊണ്ട് ടേബിളിലിരിക്കുന്ന പാലെടുത്ത് രണ്ടിൻ്റെയും കയ്യിൽ കൊടുത്തു പിടിച്ച പിടിയാലെ പറഞ്ഞയച്ചു. നീ പേടിക്കണ്ടാരോ, നാളെ രാവിലേക്ക് നിന്നെ ഇച്ചാൻ ബാക്കി വെച്ചേക്കില്ല. പക്ഷേ എൻ്റെ അപ്പുവേട്ടൻ ആള് ഡീസൻ്റാ. ഞാനൊരു വര വരച്ചാൽ അവിടെ നിന്നോടും. പക്ഷെ വര വരക്കുന്നത് ഞാനും നിൽക്കുന്നത് നീയുമായിരിക്കും. വലിയ കാര്യം പോലെ മുകളിലെ മുറിക്ക് മുന്നിൽ നിന്ന് ആരുവിനോട് വീമ്പ് പറഞ്ഞ കീർത്തു പെട്ടെന്നൊരു അപശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ആക്കിച്ചിരിയോടെ അവിടെ നോക്കി നിൽക്കുന്ന അപ്പുവിനെ. കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ടീഷർട്ടും മുണ്ടുമാണ് വേഷം. വാതിൽപ്പടിയിൽ ചാരി നിന്ന് കീർത്തുവിനെയും ആരുവിനെയും അവനൊന്ന് നോക്കി. ആഹാ, അപ്പുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനേ ആരുവിനോട് പറയുമായിരുന്നു ഏട്ടൻ നല്ലവനാണെന്ന്. ഓ ആണോടാ, എന്നാ പിന്നെ ചേട്ടൻ്റെ മോള് വാ, കിടക്കാലോ. അപ്പു അതും പറഞ്ഞ് കീർത്തുവിൻ്റെ കയ്യിൽ പിടിച്ചതും തൃപ്തിയായ കണക്കെ അവൾ അവനെയും ആരുവിനെയും മാറി മാറി നോക്കി. നീ പോയി കിടക്കുന്നില്ലേ കുഞ്ഞി? വേഗം ചെന്നു. നിന്റെ ഇച്ഛായൻ അവിടെ നിന്നെ കാണാതെ തെക്ക് വടക്ക് നടക്കുക. പൊയ്ക്കോ, ഞാൻ ഈ മുതലിനെയും കൊണ്ട് പോട്ടെ. കീർത്തുവിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അപ്പു ചിരിയോടെ പറഞ്ഞപ്പോൾ വിറയാർന്ന ഒരു ചിരി അവർക്ക് നൽകിക്കൊണ്ട് ആരു തൊട്ടരികിൽ അയാളുടെ മുറിക്ക് മുന്നിലെത്തി. പേടിക്കേണ്ട ആരു, നീ എന്തിനാ പേടിക്കുന്നേ? നിന്നേക്കാൾ അറിയുന്നവനല്ലേ ഇച്ചായൻ. അതുകൊണ്ട് ധൈര്യമായി കയറിക്കോ. കുട്ടി സ്വയം മോട്ടിവേറ്റ് ആയതാ. ശബ്ദമുണ്ടാക്കാതെ പതിയെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വേഗം തന്നെ വാതിൽ ലോക്ക് ചെയ്ത് ഒരു ദീർഘനിശ്വാസത്തോടെ തിരിഞ്ഞു നോക്കിയ ആരു മുന്നിലായുള്ള കാഴ്ചയിൽ കണ്ണും വെച്ച് നോക്കി നിന്നു. ഷർട്ടൊന്നും ഇടാതെ വെറുമൊരു മുണ്ട് മാത്രം ഉടുത്ത് കയ്യിൽ ഒരു കുപ്പിയുമായി സോഫയിലിരിക്കുന്ന എഡ്ഡിയെ അവൾ എന്തോ പോയ കണക്കെ നോക്കി നിന്നു. അപ്പോൾ അവളുടെ മനസ്സിൽ തങ്ങളുടെ ഫസ്റ്റ് മീറ്റ് ആയിരുന്നു കടന്നു വന്നത്. ഇതേസമയം ആരുവിൻ്റെ കാലിലെ കൊലുസിൻ്റെ സ്വരം കേട്ട് തലയുയർത്തി നോക്കിയ എഡ്ഡി സെറ്റ് സാരിയൊക്കെ എടുത്ത് കയ്യിൽ പാൽ ഗ്ലാസുമായി നിൽക്കുന്ന തൻ്റെ പ്രാണനെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണൊന്ന് വിടർന്നു. ബൊമ്മക്കുട്ടി. ഒറ്റ കുതിപ്പിനവൻ ചാടി എഴുന്നേറ്റ് അവൾക്കരികിൽ ചെന്നപ്പോൾ ആരു വിറയലോടെ പിറകിലെ ഡോറിലേക്ക് ചാരിപ്പോയിരുന്നു. അവളെ നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ അവൻ തൻ്റെ ശരീരം അവളിലേക്ക് അമർത്തിയപ്പോൾ ആരുവിൻ്റെ കണ്ണൊന്ന് പിടഞ്ഞു. നെറ്റിയിലും കഴുത്തിലുമൊക്കെയായി വിയർപ്പ് തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടു. എവിടെയായിരുന്നു ബൊമ്മക്കുട്ടി? ഇച്ചായൻ എത്ര നേരമായിരുന്നു കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്? അവളുടെ കവിളിൽ ചുണ്ടമർത്തിക്കൊണ്ടവൻ ചോദിച്ചപ്പോൾ അവളുടെ കൈകൾ അവൻ്റെ തോളിൽ പിടിമുറുക്കി. ഇച്ചായൻ കുടിച്ചിട്ടുണ്ടോ? ചെറുതായി പതറിക്കൊണ്ടുള്ള അവളുടെ മറു ചോദ്യം കേട്ടപ്പോൾ എഡ്ഡി ഉള്ളിൽ ചിരിച്ചുകൊണ്ടവളെ നോക്കി. ഓഹോ, ഇച്ചായൻ ഫുൾ ഫിറ്റിലാണെന്ന് കരുതി എൻ്റെ കൊച്ചു വിഷമിച്ച് നിൽക്കുവാണോ? ഇന്നത്തെ ദിവസം ബോധം മറിയും വരെ കുടിക്കാൻ എൻ്റെ ഇച്ചായന് ബുദ്ധിയില്ലാതെ ഒന്നുമില്ല കൊച്ചേ. ഇന്നേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, അപ്പോൾ പിന്നെ കുടിച്ചുറങ്ങിപ്പോയ എല്ലാം തീരില്ലേ? കൊച്ചു കുഞ്ഞിനെ പോലെ കൊഞ്ചിക്കൊണ്ടവൻ ആരുവിൻ്റെ സാരിയിൽ പിടിച്ച് കളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ കണ്ണും തള്ളിക്കൊണ്ടവനെ നോക്കി. അപ്പോഴേക്കും എഡ്ഡി ആരുവിനെ തൂക്കിയെടുത്ത് കട്ടിലിലേക്ക് ഇട്ടിരുന്നു. വെപ്രാളത്തോടെ എഴുന്നേൽക്കാൻ നോക്കുന്നവളെ അതിന് സമ്മതിക്കാതെ അവൻ അവൾക്ക് മേലെയായി അവളുടെ ദേഹത്തേക്ക് അമരാതെ ഇരുഭാഗത്തുമായി കൈകുത്തി നിന്നു. എൻ്റെ ആദ്യ, ഒരു സിപ്പ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്തോ കുടിക്കണമെന്നൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു. പിന്നെ ഈ ബൊമ്മക്കുട്ടി എൻ്റെ ലൈഫിലേക്ക് ഇടിച്ചു കയറിയത് അങ്ങനെയുള്ളൊരു മൊമെൻറ്റിലല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ചെയ്തു എന്നേ ഉള്ളൂ. ഇച്ചാൻ്റെ കൊച്ചിന് ദേഷ്യമായോ? പതിന സ്വരത്തിൽ അവൻ ചോദിച്ചപ്പോൾ അവൾ അവനെ നോക്കി പതിയെ ഇല്ലെന്ന് തലയാട്ടി. ദാറ്റ്സ് മൈ ഗേൾ. എഡ്ഡി അതും പറഞ്ഞുകൊണ്ട് ആരുവിൻ്റെ ഇരു പുരികത്തിന് നടുവിലായി ചുംബിച്ചപ്പോൾ ആരു വിറയലോടെ അവൻ്റെ ഷോൾഡറിൽ പിടിച്ചു വലിച്ചതും ബാലൻസ് കിട്ടാതെ അവൻ അവളിലേക്ക് അമർന്നതും ഒരുമിച്ചായിരുന്നു. ആദ്യ, യു ആർ റിയലി ടെംപ്റ്റിംഗ് മീ ഏഞ്ചൽ. ഐ വാണ്ട് യു ആദ്യ. ഐ കാൺട്ട് വെയിറ്റ്. ക്യാൻ ഐ? ആരുവിൻ്റെ മുഖത്ത് തന്നെ നോട്ടം ചെയ്തുകൊണ്ട് എഡ്ഡി ചോദിച്ചപ്പോൾ ശ്വാസം പോലും എടുക്കാൻ മറന്നുകൊണ്ടവൾ അവനെ നോക്കിക്കിടന്നു. എന്നാൽ അവൻ്റെ കണ്ണിൽ തനിക്കായി ആളിക്കത്തുന്ന പ്രണയാഗ്നി കണ്ടപ്പോൾ ഒരു വേള അവളുടെ മനസ്സും അവനെ അറിയാൻ അവനിലേക്ക് ലയിച്ചു ചേരാൻ വെമ്പൽ കൊള്ളുന്നുണ്ടായിരുന്നു.
വളരെ പതിയെ സമ്മതമെന്നോണം അവൾ അവനെ തന്നിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചപ്പോൾ എഡ്ഡി സന്തോഷത്തോടെ അവളിലേക്ക് പൂർണ്ണമായും ചാഞ്ഞു. ഒടുക്കം പതിയെ തുടങ്ങിയ സംഗമം അതിൻ്റെ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചുകൊണ്ട് അവളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഒരു പേമാരി കണക്കെ അവളെ അടിമുടി നനച്ചുകൊണ്ട് പെയ്തിറക്കിയപ്പോൾ കിതപ്പ് കൊണ്ട് ശ്വാസമെടുക്കാൻ പോലും ആകാതവൻ അഭയം പ്രാപിച്ചത് അവളുടെ മാറിലേക്കായിരുന്നു. അപ്പോൾ ആ അവസ്ഥയിലും അവളുടെ കൈകൾ അവനെ വലയം ചെയ്തപ്പോൾ ഇരുവരിലും തികഞ്ഞ സംതൃപ്തിയായിരുന്നു. നിറഞ്ഞ കണ്ണോടെ അവർ അങ്ങനെ തന്നെ കിടന്നു. കുറച്ചു നേരത്തിനു ശേഷം കിതപ്പടങ്ങിയപ്പോൾ എഡ്ഡി ആരുവിൽ നിന്നും വിട്ടുമാറി ബെഡിലേക്ക് കിടക്കുന്നതോടൊപ്പം അവളെ എടുത്ത് അവൻ്റെ മേലേക്കായി കിടത്തി തങ്ങൾക്ക് മേലെ ബ്ലാങ്കറ്റ് ഇട്ടു. ലവ് യു ബൊമ്മക്കുട്ടി, ഇച്ചാൻ്റെ കൊച്ചു ഉറങ്ങിക്കോട്ടോ, ബാക്കിയൊക്കെ നാളെ. അവളുടെ മുഖം പിടിച്ചുയർത്തി ചുണ്ടിൽ ഒരു ഉമ്മ നൽകിക്കൊണ്ടവൻ കുറുമ്പോടെ പറഞ്ഞപ്പോൾ നാണത്തോടെ തലതാഴ്ത്തിക്കൊണ്ടവൾ അവൻ്റെ നെഞ്ചിലെ ചൂടിലേക്ക് ഒതുങ്ങി. ഇതേസമയം മറ്റൊരു മുറിയിൽ ആദ്യ പ്രണയവേഴ്ചയുടെ ആലസ്യത്തിൽ അപ്പുവിൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി കിടക്കുകയായിരുന്നു കീർത്തി. കഴിഞ്ഞുപോയ തങ്ങളുടെ സുന്ദര നിമിഷങ്ങൾ ഓർത്തുകൊണ്ടവൾ നാണത്തോടെയും പ്രണയത്തോടെയും അവൻ്റെ നെഞ്ചിൽ ഒരു ഉമ്മ നൽകിക്കൊണ്ട് കണ്ണടച്ച് കിടന്നു. അപ്പോൾ അപ്പുവിൻ്റെ കൈകളും വിടാതവളെ മുറുകെ പിടിച്ചിരുന്നു. അങ്ങനെ നീണ്ട വർഷങ്ങൾക്ക് ശേഷം. ഈ വർഷങ്ങൾ അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കിയിരുന്നു. തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നന്ദൻ ശില്പയെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയത് ഏവർക്കും സന്തോഷം നൽകിയ കാര്യമായിരുന്നു. അതുപോലെ ഇച്ചായൻ, ബൊമ്മക്കുട്ടി, അപ്പു, കീർത്തി അവരുടെ പ്രണയം അതിൻ്റെ പൂർണ്ണതയിൽ ഒഴുകിക്കൊണ്ടിരുന്നു. നന്ദനും അപ്പുവും എഡ്ഡിയും കൂടെ നന്ദൻ്റെ വീടിന് മുന്നിൽ ഇരുന്നു കൊണ്ട് ബിസിനസ് കാര്യം ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ 3 പേരും കൂടെയാണ് ബിസിനസ് നടത്തുന്നത്. അവർക്ക് തൊട്ടുതാഴെയായി ഒരു കാര്യവുമില്ലാതെ എന്തൊക്കെയോ പരസ്പരം പറഞ്ഞുകൊണ്ട് ചിരിയോടെ ഇരിക്കുകയാണ് ആരുവും കീർത്തവും ശില്പയും. അപ്പേ, പെട്ടെന്നാണ് ഒരു ഇളം റോസ് നിറത്തിലുള്ള ഫ്രോക്ക് അണിഞ്ഞ് തുടുത്ത കവിളും വെള്ളാരം കണ്ണുകളും ഒക്കെയായി ഒരു കൊച്ചു സുന്ദരി അവിടേക്ക് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് കണ്ടത്. എന്താടാ കുഞ്ഞാപ്പി? ഓടിച്ചെന്നവളെ വാരി മടിയിൽ എടുത്തിരുത്തിക്കൊണ്ട് എഡ്ഡി ചോദിച്ചപ്പോൾ നിറഞ്ഞ കണ്ണോടെ വിതുമ്പുന്ന ചുണ്ടോടെ അവൾ അവനെ നോക്കി. അപ്പേ, വേദിന് എന്നെ ഇഷ്ടല്ല പന്നു അപ്പേ. വേദിന് സ്കൂളിലെ പാവതിയാണ് ഇഷ്ടം പന്നു അപ്പേ. വേദ എൻ്റെ അല്ലേ അപ്പേ? എന്നെ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി പറ അപ്പേ. മൂക്ക് തുടച്ചുകൊണ്ട് എഡ്ഡിയുടെ നെഞ്ചിൽ ചാരിക്കൊണ്ട് പറയുന്ന കുഞ്ഞാപ്പിയെ എല്ലാവരും ചിരിയോടെ നോക്കി. അപ്പോഴാണ് ഡോറിനരികിലായി തലയും താഴ്ത്തി നിൽക്കുന്ന ഒരു കുഞ്ഞിച്ചെക്കനെയും അവൻ്റെ കയ്യിൽ പിടിച്ച് ചിരിച്ചു നിൽക്കുന്ന വേറൊരു കുഞ്ഞിപ്പെണ്ണിനെയും അവർ കണ്ടത്. ഇനി ഇത് ആരൊക്കെയാണെന്ന് പറഞ്ഞു തരാം. എഡ്ഡിയുടെ മടിയിലിരിക്കുന്നതാണ് അവൻ്റെയും ആരുവിൻ്റെയും ജീവൻ, എഡ്ഡിയുടെ മാലാഖ, ജാൻവി എഡ്ഡിൻ എന്ന എല്ലാവരുടെയും ജാനൂട്ടി. ആള് 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും കുരുത്തക്കേടിനും കുറുമ്പിനും കയ്യും കാലും വെച്ച സാധനമാണ്. ഇനി ഡോറിനരികിൽ നിൽക്കുന്ന ആ വലിയ ചെക്കൻ, അത് നമ്മുടെ നന്ദൻ ശില്പ ദമ്പതികളുടെ ഏകപുത്രൻ വേദാനന്ദ് എന്ന എല്ലാവരുടെയും നന്ദൂട്ടൻ, ജാനുവിൻ്റെ മാത്രം വേദ്. ആളിപ്പോൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എഡ്ഡിയെപ്പോലെയാണ് നന്ദു. എപ്പോഴാ ദേഷ്യം വരിക എന്ന് ആർക്കും പറയാനാവില്ല. അതിനേക്കാൾ രസം അവൻ്റെ ദേഷ്യം ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ജാനു. ഇനി നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന കുഞ്ഞി കുറുമ്പിയാണ് അപ്പു, കീർത്തി മകൾ അമൃത അർണവ് എന്ന എല്ലാവരുടെയും മമ്മൂട്ടി. ആള് ലേറ്റ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ LKG ആണ്. ജാനുവും നന്ദുവിനെയും കിട്ടിയാൽ പിന്നെ കുറുമ്പിക്കാരെയും വേണ്ട. ബാക്കി കണ്ടറിയാം. നന്ദച്ചേ, വേദിനോട് പറ ജാനൂത്തിയെ ഇഷ്ടപ്പെടാൻ. വാതിക്കൽ നിൽക്കുന്ന നന്ദനെ നോക്കി ജാനു അടുത്തിരിക്കുന്ന നന്ദൻ്റെ മേലെ കൈവച്ചുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു. നന്ദു, ആരുമയുടെ മോർണിംഗ് വാ. ആരു ചെറുപുഞ്ചിരിയാലെ അവനെ നോക്കി വിളിച്ചപ്പോൾ അവൻ അമ്മൂട്ടിയെയും കൂട്ടി ആരുവിൻ്റെ അരികിൽ പോയിരുന്നു. അത് കണ്ട് അവൻ്റെ അരികിൽ പോകാനാണ് ജാനുവിനെ എഡ്ഡി വിടാതെ പിടിച്ചു വെച്ചു. അല്ലെങ്കിൽ അവിടെ വലിയൊരു പൊട്ടിത്തെറി നടക്കും എന്നവന് നന്നായി അറിയാമായിരുന്നു. ആരുമേ, ഈ ജാനു എന്താ ഇങ്ങനെ? ഇവൾ കാരണം എനിക്ക് സ്കൂളിൽ ആരോടും മിണ്ടാൻ പറ്റുന്നില്ല. ഏതെങ്കിലും പെൺകുട്ടിയോട് മിണ്ടിയാൽ ഇവൾ അവളെ പോയി അടിക്കും. ദേഷ്യത്തിൽ ജാനുവിനെ നോക്കി വേദ് പറഞ്ഞപ്പോൾ അവൾ എഡ്ഡിയുടെ നെഞ്ചിൽ മുഖം അമർത്തി കിടന്നു ഒളി കണ്ണിട്ടുകൊണ്ട് അവനെ നോക്കി. അപ്പുവും കീർത്തവും നന്ദനും ശില്പയും ഒക്കെ അവരെ 2 പേരെ നോക്കി ചിരിയടക്കിയിരിക്കുകയാണ്. അമ്മൂട്ടിയാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ തൻ്റെ ഫ്രോക്കിലെ ചിത്രം നോക്കിയിരിപ്പാണ്. ജാനു, നിന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞതല്ലേ അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന്. നിന്റെ ഏട്ടനല്ലേ ഇത്? ആരു കടുപ്പത്തിൽ ജാനുവിനെ നോക്കി പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ കുഞ്ഞു കണ്ണുകളിൽ വീണ്ടും വെള്ളം നിറഞ്ഞു. വാശിയോടെ എഡ്ഡിയുടെ കയ്യിൽ നിന്നും കുതിര ഇറങ്ങിക്കൊണ്ടവൾ നന്ദുവിൻ്റെ അടുത്ത് പോയി. വേദ് എൻ്റെ ചേത്തനാണെന്ന് അമ്മയോട് ആരാ പറഞ്ഞേ? എനിക്ക് വേദിനെ ഇഷ്ടാ. വേദ് എന്നെ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി. ഐ ലവ് യു വേദ്. അത്രയും പറഞ്ഞുകൊണ്ട് ഒന്ന് കുനിഞ്ഞ് നന്ദുവിൻ്റെ കവിളിൽ അമർത്തി മുത്തിക്കൊണ്ടവൾ കുണുങ്ങിക്കൊണ്ട് അകത്തേക്കോടിയപ്പോൾ അവളുടെ പിറകെ കലിയടക്കിക്കൊണ്ട് നന്ദുവും എഴുന്നേറ്റോടി.
ബാക്കി അവിടെ ഇരിക്കുന്നവർ ആകെ ഞെട്ടി നിൽപ്പാണ്. കുറച്ചു നേരത്തിനു ശേഷം എന്തൊക്കെയോ ഓർത്തുകൊണ്ട് എല്ലാവരും എഡ്ഡിയെയും നന്ദനെയും നോക്കിയപ്പോൾ അവരും പരസ്പരം നോക്കിയിരിപ്പാണ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ തങ്ങളുടെ കഴിഞ്ഞുപോയ കാലമായിരുന്നു. ആ ഓർമ്മയിൽ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് എഡ്ഡി നന്ദനെ നോക്കി ഇളിച്ചു കാണിച്ചു. അപ്പോൾ എഡ്ഡിയുടെ ചമ്മിയ മുഖം കാണവേ നന്ദൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "പക അത് വീട്ടാനുള്ളതാണ് മകനെ." അത് കേട്ടപ്പോൾ ഇഞ്ചി കടിച്ചതുപോലുള്ള എഡ്ഡിയുടെ മുഖഭാവം കണ്ട് അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. ഇതേസമയം അകത്ത് തന്നെ അടിക്കാൻ വന്ന നന്ദുവിനെ ഇറുക്കെ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് പുതിയൊരു പ്രണയിനിയാവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ജാനു. ഫ്രണ്ട്സ്, നമ്മുടെ പ്രണയിനി സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി സ്നേഹം. അതുപോലെ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ സ്റ്റോറിക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ലാസ്റ്റ് പാർട്ടായതുകൊണ്ട് എല്ലാവരും സ്റ്റോറി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.